തൃശൂരിൽ ബി.ജെ.പി. ആഘോഷിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപേ അവർ അവരുടെ വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബി.ജെ.പി. സുരേഷ് ഗോപിക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ അരയും തലയും മുറുക്കിയുള്ള പ്രചരണം, കേരളത്തിലെ സംഘടനാ സംവിധാനങ്ങളുടെ ചിട്ടയായ പ്രവർത്തനവും തൃശൂരിൽ ബി.ജെ.പിക്ക് ജയം കൊണ്ടുവരുമെന്ന വിലയിരുത്തലിലാണ് തൃശൂർ ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി. തൃശൂരിൽ സുരേഷ് ഗോപി 20,000 വോട്ടുകൾ വരെ ഭൂരിപക്ഷം നേടുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. നിയോജക മണ്ഡലങ്ങൾ തിരിച്ചുള്ള കണക്കുകളിൽ മികച്ച മുന്നേറ്റം തന്നെ സുരേഷ് ഗോപി നടത്തുമെന്നാണ് പാർട്ടി പറയുന്നത്. അതിൽ തന്നെ ഹിന്ദു വോട്ടുകൾ ഏറെയുള്ള തൃശൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷം തന്നെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടെന്നാണ് പാർട്ടി പറയുന്നത്. തൃശൂരിൽ മാത്രം ഏകദേശം 10,000 വോട്ടിലധികം സുരേഷ് ഗോപി മറ്റുള്ളവരെക്കാൾ അധികം നേടുമെന്നാണ് വിലയിരുത്തൽ. ഇവിടുത്തെ ഹിന്ദു വോട്ടുകൾ മുഴുവൻ സുരേഷ് ഗോപിക്ക് കേന്ദ്രീകരിച്ചു എന്നാണ് അവർ കരുതുന്നത്. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികളുടെ പ്രധാന മേഖലയായ നാട്ടികയിൽ നിന്നും കൂടുതൽ വോട്ടുകൾ സമാഹരിച്ചുവെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം 5,000 വോട്ടുകൾ പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇരിങ്ങാലക്കുടയിലും സുരേഷ് ഗോപിക്ക് മേൽക്കൈയുണ്ടെന്നാണ് ജില്ലാ നേതൃത്വം പറഞ്ഞുവെക്കുന്നത്. കരുവന്നൂർ ബാങ്ക് അഴിമതി കേസ് സുരേഷ് ഗോപിക്ക് തുണയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. ഇവിടെ സുരേഷ് ഗോപി 5,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് മുന്നേറുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇതെല്ലാം ചേർത്തിട്ടാണ് 20,000 എന്ന കണക്ക് അവർ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ ആകെ സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടുകളാണ് ലഭിച്ചത്. ഇക്കുറി ഈ കണക്കുകളിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം 60,000 വോട്ടുകൾ സുരേഷ് ഗോപിക്ക് അനുകൂലമായി എത്തിയെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം കേരളത്തിലെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം തന്നെ നടന്ന മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു തൃശൂർ. ഇടതുപക്ഷത്തിനു വേണ്ടി മണ്ഡലത്തിലെ ജനകീയ മുഖമായ VS സുനിൽകുമാർ ഇറങ്ങിയപ്പോൾ UDF-ന്റെ നറുക്കു വീണത് കെ മുരളീധരനായിരുന്നു. ബി.ജെ.പിക്ക് വേണ്ടി സുരേഷ് ഗോപിയും രംഗത്തിറങ്ങി. അതേസമയം UDF-ഉം അവരുടെ വിജയം പ്രവചിക്കുന്നുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കുറഞ്ഞത് 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെങ്കിലും UDF വിജയിക്കുമെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കേരളത്തിലെ 20 സീറ്റും UDF നേടുമെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. EP ജയരാജനും പ്രകാശ് ജാവദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ഫലം തൃശൂരിൽ പലയിടത്തും കാണാൻ കഴിയുമെന്നാണ് മുരളീധരൻ പറയുന്നത്. തൃശൂരിൽ UDF-ന് പരാജയ ഭീതിയില്ല എന്നും CPM-ഉം ബി.ജെ.പിയും തമ്മിൽ അന്തർധാരയുണ്ടായിരുന്നു എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. കേരളത്തിൽ ബി.ജെ.പി. പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിലാണ് തൃശൂർ.